ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ലഞ്ചിന് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. അപ്പോൾ താത്തയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. താത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാൻ്റെ പെങ്ങൾ കേട്ടോ. അപ്പോൾ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കണം. ഈ കണ്ട ലഞ്ച് ബോക്സൊക്കെ മുഴുവനും ലഞ്ച് സ്നാക്സും ആക്കാനാണ് കേട്ടോ. അപ്പോൾ അതിനിടയിൽ ആമിന എണീച്ചിട്ടുണ്ട് കേട്ടോ. ആമിന എണീച്ചിങ്ങനെ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഞാൻ താഴത്തുനിന്ന് വന്ന് നോക്കലാണ് കേട്ടോ. ചില ദിവസം കോണിൻ്റെ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ ചില ദിവസം അവിടെ ഓറിൻ്റെ അവിടെ വന്ന് നിൽക്കും. അപ്പോൾ നല്ല രസമാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഓടി വരും കാണുമ്പോൾ. അപ്പോൾ ഒന്ന് എണീച്ച് അവിടെ നിന്ന് ഇങ്ങനെ കരയാണ്. ചൂടായിട്ട് ഇപ്പോൾ ടീഷർട്ടൊന്നും ഇട്ടെടുക്കില്ല കേട്ടോ അല്ലേ. അല്ലാ അപ്പോൾ ഇതാ ഓളി എടുത്ത് പോവാണ് കേട്ടോ താഴത്തേക്ക്. രാവിലെ ആകുമ്പോൾ ഭയങ്കര തിരക്കാണല്ലോ. പിന്നെ എല്ലാവരും കൂടെ ഉണ്ട്, താത്താൻ്റെ മക്കളും അയ്മനും ഒക്കെ കൂടെ ഉണ്ടാകുമ്പോൾ ഒരു പടയാണ്. അപ്പോൾ ഇതാ ഫ്രൈഡ് റൈസിൻ്റെ അരിയൊക്കെ വെള്ളത്തിലിട്ട് കൊണ്ടോ. താത്തയാണ് ഉണ്ടാക്കണത്. പിന്നെ ചിക്കന് ഉപ്പും കുരുമുളകൊക്കെ ഇട്ട് ഇങ്ങനെ പൊരിച്ച് സംഭവം അടിപൊളിയാണ്, രസമാണ്. ചൂടോടെ കഴിക്കണം എന്നുള്ളൂ, അടിപൊളിയാണ്. അയ്മന് വലിയ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ലഞ്ച് ബോക്സിലാക്കി ഒരു സ്പൂൺ വെച്ച് കൊടുത്തു കേട്ടോ. അതിന് ഫ്രൈഡ് റൈസ് വലിയ ഇഷ്ടമല്ല. ഇത്ത വെജിറ്റബിൾസ് ഒന്നും അങ്ങനെ കടിക്കണമെന്ന് എനിക്ക് വലിയ ഇഷ്ടമല്ല. എന്തായാലും അതാക്കിക്കണേ. പിന്നെ സ്നാക്സ് ബോക്സ് അവരുടെ ചെറുതാണ്. അപ്പോൾ അതിലിങ്ങനെ കുറച്ചുള്ളു കാണാം. അപ്പോൾ എനിക്കും കുറച്ച് മതി എന്നൊക്കെ പറഞ്ഞ് അതിലിട്ടത് കുറച്ച് അങ്ങോട്ട് തന്നെ എടുത്തിട്ടിരിക്കണം. ഓറഞ്ചും പൈനാപ്പിളൊക്കെ ഉണ്ട്. അങ്ങനെ ഓരോ സ്കൂളൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഒരു ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്, ആമിൻ്റെ ബാക്കിൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ വീടാണിത് കേട്ടോ. വീട്ടിൽ ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ നോക്കും. ഇപ്പോൾ തേപ്പാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കണത്. പണിക്കാർ കുറച്ച് ദിവസമായി ലീവാണ് കേട്ടോ. ഇവർക്ക് എന്താണ് ആ ഒരു കള്ളം മടി. അപ്പം അതിങ്ങനെ നോക്കി നിൽക്കും ഞാൻ, അങ്ങോട്ടൊന്ന് പോകുമ്പോഴും ഇങ്ങോട്ടൊന്ന് പോകുമ്പോഴും. പാമ്പിനതാ ഗിറ്റും പിടിച്ചൊക്കെ നടക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഗിറ്റുന്ന ഇഷ്ടമാണ് ഗിറ്റ് പിടിച്ച് നടക്കണത്. എന്തേ ഓടിവാ 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 ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. ഇവിടെയാണ് വണ്ടി കാത്തുക്കൽ കേട്ടോ. ഷാൻ്റെ പെങ്ങളെ വീടാണത്. അപ്പോൾ ഓരൊക്കെ വണ്ടി വന്ന് ആക്കി കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിലേക്കൊക്കെ എത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആമിനാനെ കാണാനില്ല കേട്ടോ. ആമിനാനെ എവിടെയൊക്കെ പോയിക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരു വാതിൽ തുറന്നിടാൻ പറ്റില്ല, അടുക്കള ഭാഗത്തെ വാതിൽ തുറന്ന് അവിടെ ഒരു പൂച്ച ഉണ്ട്. ആ പൂച്ച അകത്തേക്കും കയറും, ആമിനെ പുറത്തേക്കും. തന്നെ പണി. ഇതൊന്ന് കാണിച്ചു തരാം കേട്ടോ. എടി എവിടെ ചിരിക്കണേടി? എന്താ പണി? അതിലൊന്നും പോരായിരുന്നു. അതിലിങ്ങനെ വന്ന് പോന്ന് അതിനോട് കയറാൻ കഴിഞ്ഞാൽ എടുത്തുവെച്ചതാ. പോരുവാ കേട്ടോ താഴത്ത് പോകട്ടോ. ഇതാണ് യാമിനാൻ്റെ പണി. അവളെ പണി ഇതാണ്. കണ്ണ് തെറ്റി ഇറങ്ങി പോവുക. അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് പോവുക. അപ്പോൾ ഗൈസ് ഇന്ന് ആമിനാക്ക് കൊടുക്കുന്ന ഒരു കുറുക്കിൻ്റെതാണ് കേട്ടോ. രാഗിയാണ്, എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ അത് മുളപ്പിച്ചിട്ട് ഞാൻ കൊടുക്കലുണ്ട് കേട്ടോ. അവൾക്ക് ഞാൻ അന്നക്ക് ഉണ്ടാക്കി കൊടുക്കലേനു. തലേന്ന് വെള്ളത്തിലിട്ട് മുളപ്പിച്ച് അങ്ങനെ അരിച്ച് ഉണ്ടാക്കി കൊടുക്കലാണ്. അപ്പോൾ ഒന്ന് കുറച്ച് സ്റ്റോക്ക് ചെയ്തൊക്കെ അയച്ചിട്ട് അപ്പോൾ കുറച്ച് 1 കിലോന് ഉണ്ട് കേട്ടോ. കുറച്ച് ആക്കിയിട്ട് കുപ്പിയിലാക്കിയൊക്കെ അയച്ചു. കാരണം റമദാനൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ അങ്ങനെ കഴുകി തുണിയിൽ കെട്ടി വെച്ച് മുളച്ചിരിക്കണം കേട്ടോ. മുളച്ച സംഭവം കാണാൻ നല്ല ഭംഗിയാണല്ലോ കാണാൻ. ചെറുപയർ, രാഗി അങ്ങനെ മുളച്ചത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഞാൻ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. സത്യം നല്ല രസമാണ് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. പിന്നെ രാഗി മുളപ്പിച്ച് കൊടുക്കുന്നതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പറഞ്ഞിരുന്നില്ല, കാരണം എനിക്ക് വല്ലാതെ അറിയൊന്നുമില്ല. നല്ലതാണ്, നല്ലത് മാത്രമേ അറിയുള്ളൂ. എന്തൊക്കെയാണ് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടാവും, പിന്നെ ഞാനതൊക്കെ മറക്കും. നല്ലതാണ്, ഹെൽത്തിയാണ്. നമുക്കായാലും കഴിക്കണമൊക്കെ നല്ല തന്നെയാണ്. അപ്പോൾ അമിനക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അമിന ബാക്കിയൊക്കെ ഞാനും കഴിക്കൂട്ടോ. കളയാലൊന്നുമില്ല. കുറച്ചേ ഉണ്ടാവുള്ളൂ, എന്നാലും കളയൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് ഞാൻ മുളപ്പിച്ച് തട്ടിൽ തന്നെ അങ്ങനെ പരത്തി വെച്ചത്. അപ്പോൾ തന്നെ മുള വന്നു കേട്ടോ. അപ്പം തന്നെ അല്ല, പിറ്റേ ദിവസത്തേക്ക് നല്ല മുള വന്നു കേട്ടോ.
പിന്നെ 2 ദിവസം വെച്ചിട്ടുണ്ട് ഇങ്ങനെ നന്നായിട്ട് മുളക്കാൻ. എന്താ ഫസ്റ്റത്തെ ദിവസത്തിന് കുറച്ച് മുള വന്നിട്ടുണ്ട്, പിറ്റത്തെ ദിവസം നല്ല മുള വന്നു കേട്ടോ. അയിമനൊക്കെ രാഗി കൊടുക്കൽ ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ നിർത്തിയിട്ട് അല്ലേ. ഞങ്ങൾ ഓന് കുടിക്കൂല കേട്ടോ, എന്നിട്ട് ഞാനും ഓനും കൂടെ ഓനക്കും കൂടെ ഉണ്ടാക്കും, ഇങ്ങനെ പായസം പോലെ ഉണ്ടാക്കും. ഇപ്പോൾ കുറച്ചായി നിർത്തിയിട്ട്. നമുക്ക് തുടങ്ങണ്ടേ വേണ്ടേ? ഓനക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ കുടിപ്പിക്കും. അപ്പോൾ പിന്നെ അങ്ങനെ എന്നും ഇഷ്ടം. പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് ചോദിക്കൽ തുടങ്ങും രാഗി ഉണ്ടോ ഉണ്ടാക്കിയത്. പിന്നെ ഞങ്ങളത് ഇടയിൽ എവിടെയോ വെച്ച് ഇങ്ങനെ നിർത്തിയില്ലേ. ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ, 5-6 മാസമായിട്ടുള്ളൂ നിർത്തിയിട്ട്. ആമിനാക്ക് ഫുഡ് കൊടുക്കൽ തുടങ്ങിയപ്പോൾ അത് നിർത്തി. പിന്നെ ആമിനാക്കായി രാഗി കൊടുക്കൽ. ഇജ്ജ് അതൊക്കെ എടുത്ത് നാശാക്കല്ലേ കുട്ടി, ഇനി എടുക്കല്ലേ കേട്ടോ. അപ്പോൾ സംഭവം മുളച്ചൊക്കെ കഴിഞ്ഞു. അപ്പോൾ എന്നിട്ടൊന്ന് വാശായി കേട്ടോ, ഒന്ന് രാഗി പോലും അറിയാതെ ഒന്ന് കഴുകിയെടുക്കുക. മുളയൊന്നും പൊട്ടി ഒലിച്ച് പോകണ്ട. പിന്നെ തോല് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകുന്നുണ്ട് കേട്ടോ. കഴുകിയിട്ട് അതിലത്തെ വെള്ളം ഒന്ന് ഒരു അരിപ്പ് വെച്ചിട്ട് അരിപ്പയിലാണ് കേട്ടോ കഴുകിയെടുക്കുന്നത്. സോറി, അരിപ്പയൊക്കെയാണ് കേട്ടോ ഊറ്റിയിടുന്നത്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വാർന്നു പോകും. എന്നിട്ട് പിന്നെ അത് വെയിലത്ത് വെച്ച് നല്ലോണം ഉണക്കും കേട്ടോ. എൻ്റെ നാവ് കണ്ട് വഴങ്ങണില്ല. ഉണക്കിയെടുക്കും കേട്ടോ വെയിലത്ത് വെച്ചിട്ട്. ഇപ്പോൾ വെയിലായതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ നല്ല ഉണങ്ങും. അപ്പോൾ മിക്സിൻ്റെ ജാറും കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി. ഈ രാഗിയും നല്ല വെയിലത്ത് വെച്ച് ഉണങ്ങിയിരിക്കണം കേട്ടോ. സംഭവം സെറ്റായിക്കണം. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം പൊടിച്ചെടുക്കുക. കുപ്പിയൊക്കെ കഴുകി ഉണക്കി സെറ്റായി നിൽക്കുകയാണ് കേട്ടോ. സംഭവം അടിപൊളിയാണ്, ഹെൽത്തിയാണ്. അങ്ങനെയൊക്കെ ഒന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.